കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അതെ അർജുൻ, ആ ക്ഷേത്രത്തിനുള്ളിൽ കേറാൻ ശ്രമിച്ചവരാരും ഇതുവരെ ജീവനോടെ തിരികെ വന്നിട്ടില്ല. അതറിഞ്ഞിട്ട് കൂടി നിങ്ങൾ എന്തിനാ അവിടെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? പോയാ രണ്ടുപേരും ചത്തത് തന്നെ. എല്ലാരും കൂടെ പറഞ്ഞു വീട്. അയ്യോ മോനെ, പോവല്ലേ, ദയവ് ചെയ്ത് പോകല്ലേ. പോയേ എന്താകുമെന്നോർത്ത് എല്ലാവർക്കും പേടിയാ. അതേടാ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനിയും അങ്ങോട്ട് പോയി ആവശ്യമില്ലാത്ത പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഒരേ ഒരു തവണ ഞങ്ങൾ പറയുന്നതനുസരിക്ക്. മുത്തശ്ശി, നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളൊക്കെ തീരണമെങ്കിൽ ഞാൻ എടുത്തുകൊണ്ടുവന്ന മാണിക്യം അവിടെ തന്നെ തിരിച്ചു വയ്ക്കണം. അത് മാത്രമേ ഒരു പരിഹാരമുള്ളൂ. അളിയ, ആ മാണിക്യം ഇപ്പൊ നമ്മുടെ കയ്യിലില്ല. അതെങ്ങനെ കണ്ടുപിടിക്കണം? അത് മോനെ, നീ പോയി ആ മാണിക്യം തിരികെ വെച്ചാല് എല്ലാ പ്രശ്നവും തീരുമെന്നല്ലേ പറയുന്നത്. പക്ഷേ വീണ്ടും നീ അങ്ങോട്ട് പോയാ എന്തെങ്കിലും പറ്റുമെന്നോർത്ത് എനിക്ക് പേടിയുണ്ട് മോനെ, നന്നായിട്ട് പേടിയാ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ. നന്നായിട്ടൊന്ന് ആലോചിക്കും മോനെ. എന്തോ ആപത്ത് വരാൻ പോവാന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ മാണിക്യം എവിടെയെന്ന് കണ്ടുപിടിക്കാൻ ഈ തത്തമ്മയാണ് നമുക്ക് വഴികാട്ടി തരാൻ പോകുന്നത്. അതെ അമ്മ, ഈ സംസാരിക്കുന്ന തത്ത ഞങ്ങളുടെ ഫ്രണ്ടാണ്. ഞങ്ങളെ സഹായിക്കാനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങളാരും വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അളിയ, ഈ തത്ത സംസാരിക്കുന്നത് കാണാൻ കൗതുകമാണ്. നിങ്ങൾ രണ്ടുപേരും അതിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞത് അതിലും കൗതുകമാണ്. എന്തിനാ എല്ലാരും അകപ്പെട്ട് നോക്കുന്നേ? ഞാൻ ഇവരുടെ ഫ്രണ്ട് ആയതുകൊണ്ട് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഞാനൊരു ഫ്രണ്ട് തന്നെയാ, മനസ്സിലായോ? അപ്പച്ചി രക്ഷിച്ച ആ നാഗമാണിക്യം ഒരുപാട് ശക്തികളാൽ നിറഞ്ഞതുകൊണ്ട് ആ മാണിക്യം നമ്മുടെ കയ്യിലുള്ളത് വരേക്കും നമുക്ക് ഒരു ആപത്തും സംഭവിക്കില്ല. ഞങ്ങളെ ആലോചിച്ച് നിങ്ങൾ ആരും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുകയല്ലേ, പിന്നെന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? അവർക്കൊന്നും സംഭവിക്കില്ല. വാ, നമുക്ക് പോവാം. അർജുൻ, നമുക്ക് പോയാലോ? ഭവാനി, അർജുൻ, നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഞാനും വരാം. വേണ്ടളിയ, ഞങ്ങളുടെ കൂടെ അളിയനും വന്നാ പിന്നെ ഇവിടെ സഹായത്തിനും ആരും ഉണ്ടാവില്ല. അളിയ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ധൈര്യവും സഹായവും ആയിരിക്കും. ഞങ്ങളെ ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ശ്രദ്ധിച്ചു തന്നെ പൊയ്ക്കോളാം. അമ്മേ, ഒന്നും സംഭവിക്കില്ല അമ്മ. എല്ലാം നല്ലതിനു വേണ്ടിയല്ലേ. ഞങ്ങളെ ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട. അത് പിന്നെ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. അവർക്കൊന്നും സംഭവിക്കില്ലെന്നേ. ഇത്തവണ എന്റെ ഭർത്താവ് നല്ല കൃത്യമായിട്ടാ പ്ലാൻ ചെയ്തിരിക്കുന്നെ. ഇപ്പൊ അങ്ങോട്ട് പോകുന്ന അർജുൻ തിരിച്ചൊരിക്കലും വരില്ല.
പോയിട്ട് വരാവേ. എന്ത് പറ്റി മോളെ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല ഗുരുദേവ. അങ്ങ് എന്തെങ്കിലും വഴി പറഞ്ഞു തരുമെന്ന പ്രതീക്ഷയില്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ പ്രശ്നം പറ. അർജുൻ ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിച്ച ആ നാഗമാണിക്യം ഇപ്പൊ ഒരു ദുർമന്ത്രവാദിനി കൈക്കലാക്കിയിരിക്കുകയാണ്. ആ നാഗമാണിക്യത്തിനുള്ള അത്ഭുത ശക്തികൾ എന്തൊക്കെയാണെന്ന് അർജുന് നന്നായി അറിയാം. അവനിലുള്ള നാഗദോഷവും മൃത്യുദോഷവുമെല്ലാം നീക്കുന്നതിനു വേണ്ടി ആ അർജുനും ഭവാനിയും നാഗമാണിക്യത്തിനായി പോയിരിക്കുകയാണ് ഗുരുദേവ. ഭവാനി കൂടെ ഉള്ളിടത്തോളം കാലം എന്നെ കൊണ്ട് അർജുനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് ഗുരുദേവ? ആ മാണിക്യം അർജുന്റെ കൈവശം തിരിച്ചു ലഭിച്ചു എന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ ആ മണയിൽ അത്ഭുത ശക്തി കൊണ്ട് അർജുൻ എന്തു വേണമെങ്കിലും ചെയ്യാൻ കഴിയും. അവൻ ആഗ്രഹിക്കുന്ന എന്തും സാധിച്ചു കിട്ടും. ആ മാണിക്യം അർജുന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം അർജുനെ കൊല്ലാൻ നിന്നെ കൊണ്ട് കഴിയുകയില്ല മോളെ. നിന്റെ പുരുഷനെ നിനക്ക് രക്ഷപ്പെടുത്തണമെങ്കിൽ ആ മാണിക്യം അർജുൻ സ്വന്തമാക്കുന്നതിന് മുൻപ് അവൻ എന്നെ ബാധിച്ചിരിക്കണം. അതേ ഉള്ളൂ ഇനി ഒരു വഴി. ശരി ഗുരുദേവ, എല്ലാം അങ്ങ് പറയുന്നത് പോലെ ആ മാണിക്യം അർജുൻ സ്വന്തമാക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അവനെ കൊന്നിരിക്കും. കോരനെ കാണുന്നില്ല. എവിടെ പോയടാ? മൊയിലിനെ വേട്ടയാടാൻ പോയതാണ് ദൂരെ. ഇപ്പൊ വരും. ദൂരെ ആരോ നടക്കുന്ന ശബ്ദം കേൾക്കുന്നു. ആരോ വരുന്നുണ്ടെന്നാ തോന്നുന്നേ. ഏയ്, ഒന്നും ചെയ്യില്ല. ഏയ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. ഞാൻ പറയുന്നത് കേൾക്ക്. ആരാ നീ? ഈ കാട്ടിനുള്ളിൽ നിനക്ക് എന്താ കാര്യം? ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. എനിക്ക് നിങ്ങളെ കൊണ്ടൊരു ആവശ്യമുണ്ട്. നമ്മളെ കാണാനോ? നമ്മളെ കണ്ടിട്ട് ഇവൻ എന്ത് ചെയ്യാനാ ദൂരെ? ഇവൻ വെറുതെ കള്ളം പറയാണെന്നേ. ഇവനെ ഇവരിട്ട് തന്നെ കൊന്നേക്കാം. ഏയ്, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്.
ഞാൻ ശരിക്കും നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ നിങ്ങളുടെ ശത്രുവാണെങ്കിൽ ആയുധം കൊണ്ടല്ലേ വരൂ. എന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. നിങ്ങൾ സംശയമുണ്ടോ നോക്ക്. ഇങ്ങോട്ട് വാ. ഇനി പറ, എന്താ കാര്യം? അത് പ്രശ്നം അത് പേടിക്കണ്ട, ധൈര്യമായിട്ട് പറ. നീ എന്താണ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് ആദ്യം പറ, എന്നിട്ട് നോക്കാം. നീ എന്തിനാണ് ഇത്രയും ദൂരം കാട് കയറി വന്നതെന്ന് വേഗം പറ. ഒരു കാര്യമില്ല, എന്തായാലും വരില്ലല്ലോ. നമ്മുടെ കുലദൈവത്തിന് പൂജ ചെയ്യാനാ. ഏയ്, എന്റെ ആവശ്യം ഇതൊന്നുമല്ല. എങ്കിൽ പറ, എന്തിനു വേണ്ടിയാ നീ ഇവിടെ വന്നേ? അത് പിന്നെ നിങ്ങൾ ഒരാളെ കൊല്ലണം. ശക്തിക്ക് വേണ്ടി ഞങ്ങൾ പൂജ ചെയ്യാറുണ്ട്. ദൈവത്തിന് വേണ്ടി ഞങ്ങൾ മൃഗങ്ങളെ വേട്ടയാടാറുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ കൊല്ലുന്നത് ഞങ്ങളുടെ കുലത്തൊഴിലാണെന്ന് കരുതിയോ? അല്ല, നിങ്ങളുടെ കുലത്തൊഴിൽ അതല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ നിങ്ങൾ എനിക്ക് വേണ്ടി അത് ചെയ്യണം. നിങ്ങൾ കാടിന്റെ മക്കൾ നല്ലവരാണെന്ന് എനിക്കറിയാം. ആപത്തിലുള്ളവരെ നിങ്ങൾ രക്ഷിക്കുമെന്ന് എനിക്കറിയാം. എന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന ശത്രുവിനെ നിങ്ങൾ കൊന്ന് എന്നെ നിങ്ങൾ ദയവായി രക്ഷിക്കണം. എന്റെ ശത്രുവിനെ നിങ്ങൾ കൊന്ന് എന്നെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ തിരിച്ച് ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്ത് ചെയ്യുമെന്നാ? നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. അല്ലെങ്കിൽ സ്വർണം തരാം. ആരെയാ കൊല്ലേണ്ടത്? ഇവനെ. ഇവൻ എവിടെയുണ്ട്? ഇവനിവിടെ അടുത്ത ഒരു ഗ്രാമത്തിൽ തന്നെ ഉണ്ട്. ഇവൻ ഈ കാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവനെ ഈ കാട്ടിൽ വെച്ച് തന്നെ കൊന്നു കളഞ്ഞേക്കണം. അവനെ നിങ്ങൾ കൊന്നുകളയുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന സ്വർണം പോലും ഞാൻ തരാം. അങ്ങനെയാണെങ്കിൽ ശരി. അപ്പോ നിങ്ങൾ ഉറപ്പായി അവനെ കൊല്ലുമല്ലോ? ഞങ്ങളുടെ കുലത്തിലുള്ളവർ വാക്ക് പറഞ്ഞാൽ തെറ്റിക്കാറില്ല. അതെനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ ഇങ്ങോട്ടേക്ക് തേടി വന്നത്. അതെ, ഈ അമ്പന്തിനെ ഈ തവളയുടെ മേലിങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നത്? ഇതൊരു കൊലയാളി തവളയാണ്. ഇതിന്റെ ശരീരത്തെ എല്ലാ ഭാഗത്തും വിഷമാണ്. ഇത് മാരക വിഷത്തിനേക്കാളിലും ആപത്തുണ്ടാക്കുന്ന ഒരു വിഷമാണ്. ഈ വിഷം ഈ അമ്പിൽ തേച്ചു പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് കൊള്ളുന്നത് മനുഷ്യനായാലും മൃഗത്തിനായാലും അവർ ഉടനെ തന്നെ മരിച്ചു പോകും. അർജുൻ നാഗമാതാവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാലും ഈ അമ്പിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഞങ്ങളെ സഹായിക്കണമെന്ന് നിനക്ക് എന്തുകൊണ്ടാ തോന്നിയത്? നിങ്ങൾ എനിക്ക് സഹായം ചെയ്ത് തന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്ന് തോന്നി. മാത്രമല്ല, എന്നെ സഹായിച്ചയാളെ ഞാൻ തീർച്ചയായും തിരിച്ചു സഹായിക്കും. നീ ഗ്രേറ്റ് ആട്ടോ.
ഇതുപോലെ സംസാരിക്കുന്ന ഒരു തത്തമ്മ ഉണ്ടാവുന്നും അതിന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നൊക്കെ ഒരിക്കലും ആലോചിച്ചിട്ടേ ഇല്ല. ഞങ്ങൾക്ക് വലിയ സന്തോഷായി. ഞാനും വളരെ ഹാപ്പിയാ. നിന്നോട് ഇങ്ങനെ സംസാരിച്ച് നടക്കുമ്പോ നടക്കുന്നതിന്റെ സ്ട്രെയിൻ അറിയുന്നേയില്ല. ഇതാണ് മുതിർന്നവരൊരു കാര്യം പറയുന്നത്. എന്ത് കാര്യം? നീയൊരു സാധാരണ തത്തയൊന്നുമല്ല, സൂപ്പർ ഡൂപ്പർ തത്തയാണ്. സൂപ്പർ ഓക്കേ, പക്ഷേ ഡൂപ്പർ ഒന്നും വേണ്ട. അതിരിക്കട്ടെ, എന്താ പേര്? ഭവാനി. അല്ല, നിന്റെ പേരെന്താ? എന്റെ പേര് പച്ചക്കിളി. ചിലർ എന്നെ രാമപച്ചക്കിളി എന്ന് വിളിക്കും. അല്ല, നിന്റെ പേരെന്താ? അർജുൻ. ആ, അർജുൻ എന്നാണോ? അപ്പൊ നീയും അർജുനനെ പോലെ അമ്പിയുമോ? എനിക്ക് അമ്പിയാനൊന്നും അറിയില്ല. ഇവിടെ നമ്മൾ ആരും ഫോളോ ചെയ്യുന്നുണ്ട്. വാ, നമുക്ക് പോവാം. അർജുൻ, ആരാ നിങ്ങളൊക്കെ? എന്തിനാ ഞങ്ങൾ അമ്പിയാ നോക്കുന്നത്? ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? അമ്പ് നേരെ അവനെ തലയ്ക്ക് ഒളിച്ച് കൊല്ലാൻ നോക്കണം മണ്ണന്മാരെ. ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യരുത്. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, എന്റെ അർജുൻ ഒന്നും ചെയ്യരുത്. എന്തിനാ നിങ്ങൾ എന്റെ അർജുനെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, എന്റെ അർജുനെ ഒന്നും ചെയ്യരുത്. അർജുൻ, വേണ്ട, നിങ്ങൾ എന്റെ അർജുനെ ഒന്നും ചെയ്യരുത്. ഞാൻ നിങ്ങളോട്
അപേക്ഷിക്കാണ്. എന്റെ അർജുന ഒന്നും ചെയ്യരുത്. ഇവരൊക്കെ ദുഷ്ടന്മാരാ. ഇവര് നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഓടി രക്ഷപ്പെട്. അർജുൻ 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 ഭവാനി ഭവാനി പോം വാ വാ അർജുൻ വേഗം വാ ഭവാനി. അർജുൻ ആ വിഷം പുരണ്ട അമ്പ അവന്റെ കയ്യിൽ തറച്ചു. ആ വിഷം അവന്റെ ശരീരത്തിൽ കയറി അവൻ മരിക്കണം എന്നുള്ളത് അവന്റെ വിധി. ഇതൊരു കൊലയാളി തവളയാണ്. ഈ തവളയുടെ ശരീരം മുഴുവൻ വിഷമാണ്. ഇത് മാരകമായ പാമ്പിന്റെ വിഷത്തേക്കാൾ കാഠിന്യമേറിയ വിഷമാണ്. ഈ മാരക വിഷത്തെ ഈ അമ്പിൽ പുരട്ടിക്കഴിഞ്ഞാൽ അതേൽക്കുന്ന മനുഷ്യനായാലും മൃഗങ്ങളായാലും അവരുടെ ജീവൻ അപ്പോൾ തന്നെ പോകും. അർജുൻ 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 അയ്യോ അർജുൻ 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 നിനക്കൊന്നും പറ്റില്ല അർജുൻ. അർജുൻ വേദന ഒന്നും സഹിക്ക അർജുൻ. അർജുൻ 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 നിനക്കൊന്നും പറ്റില്ല അർജുൻ. അർജുൻ 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 നിനക്കൊന്നും പറ്റില്ല അർജുൻ.